शुक्लाम्बरधरं विष्णुं शशिवर्णं चतुर्भुजं प्रसन्नवदनं ध्यायेत् सर्वविघ्नोपशान्तये। ॐ शान्ति शान्ति शान्तिः। एकदन्तं महाकायं सर्वविघ्नहरं देवम् ഭഗവാനെ വിഘ്നേശ്വര. നീ ഇവിടേക്ക്, ഞാനിപ്പോ വരാം. പൂജ തുടങ്ങി, കല്യാണി എത്തിയില്ലല്ലോ. അവളവിടെ? കല്യാണി അവിടെ നിന്ന് ഇറങ്ങി വന്ന് ഒന്ന് ഫോൺ ചെയ്ത് നോക്ക്. ആ ശരി, ഞാനിപ്പോൾ വിളിക്കാം. 2 മിനിറ്റ്. കല്യാണിയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണല്ലോ. ഇവിടെ ഈ സമയത്ത് എവിടെ പോയി കിടക്കുക? സുജാത വിളിച്ചു നോക്കാം. ദാസേട്ടനാണല്ലോ, ഇതെന്താ ഈ സമയത്ത്? ഹലോ ദാസേട്ടാ. ആ സുജാതെ, ഞാൻ ഓഡിറ്റോറിയത്തിൽ നിന്ന് അഖിലമ്മയുടെ ഇറങ്ങിയായിരുന്നു. ഇല്ല ദാസേട്ടാ, മേഡ റെഡിയാവുന്നതേ ഉള്ളൂ. അതെ അല്ലേ? അപ്പോ കല്യാണിയോ? അറിയില്ല ദാസേട്ടാ, കല്യാണി ഇവിടെ ഇല്ലല്ലോ. ഇതുവരെ ഇങ്ങോട്ട് വന്നതേ ഇല്ല. എന്താ അവൾ അവിടെ ഇല്ലേ? അതെ, ഞാൻ പെട്ടെന്ന് നോക്കിയിട്ടേ കണ്ണുപെട്ടില്ല. ചിലപ്പോൾ ഡ്രസ്സിംഗ് റൂമിലായിരിക്കും. ഓ അത് ശരി, അപ്പൊ അതാണല്ലേ. ആ ശരി, വെക്കട്ടെ. കല്യാണിയെ മാഡം എന്തോ ജോലി ഏൽപ്പിച്ചിരിക്കുക. അത് കഴിഞ്ഞിട്ടിപ്പോ മാഡത്തിന് കല്യാണി ഇല്ലാതെ ഒന്നും പറ്റില്ല. കല്യാണ ദിവസവും ജോലിയോ? ശരി ശരി, പെട്ടെന്ന് വരാൻ പറയും. മുഹൂർത്തത്തിന് ഇനി ഒരുപാട് നേരമൊന്നുമില്ല. ആ ശരി. ഇവളെന്താ ഇങ്ങനെയൊക്കെ കാണിക്കുന്നേ? ഇന്നലെ രാത്രിക്ക് ശേഷം ഇവളെ ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഇനിയിപ്പോ ഇവയ്ക്ക് കല്യാണം ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഇങ്ങോട്ടെങ്ങനെ ഇറങ്ങിപ്പോയി കാണൂ. അവള് വേണമെങ്കിൽ അത് ചെയ്യും, അതിലപ്പുറം ചെയ്യും. ഇത് ഞാൻ മുമ്പേ മനസ്സിൽ കണ്ടതാ. അത് തന്നെ സംഭവിച്ചു. ഇനി ഇതുപോലൊരു അപമാനം ദാസ സഹിക്കാൻ കഴിയില്ലെനിക്ക്. മറ്റൊരാളുടെ മുഖത്ത് നോക്കാൻ. മുഹൂർത്ത സമയത്തിന് മുമ്പ് പഴയതുപോലെ എന്തെങ്കിലും കാരണം കൊണ്ട് ഈ കല്യാണം മുടങ്ങിയാൽ എല്ലാം അവസാനിപ്പിക്കും ഞാൻ. എല്ലാം. മുഹൂർത്തടുക്കും മുമ്പ് തന്നെ ഇതെടുക്കേണ്ട അവസ്ഥ വരുത്തിയല്ലോ ഈശ്വര.
അച്ഛൻ എന്തിനാ ഇവിടെ വന്ന് നിൽക്കുന്നേ? നിൽക്കുന്നതല്ല, നിർത്തിയിരിക്കുന്നതാ നിന്റെ ചേച്ചി എന്നെ. ചേച്ചിയോ? അച്ഛൻ എന്തൊക്കെയാ പറയണേ? ഡേ, നീ കൂടുതൽ അഭിനയിക്കാനും നോക്കരുത്. പറയടാ, അവൾ എവിടെ? നീ അറിയാതെ അവൾ ഒരിടത്തും പോവില്ല. അച്ഛൻ ചേച്ചി മേഡത്തിനോട് ഉണ്ടാവും. വേണ്ട, കള്ളം പറയാൻ നോക്കണ്ട നീ. ഞാൻ സുജാതയെ വിളിച്ച് തിരക്കി, അവൾ തൃച്ചമ്പരത്തില്ല. അച്ഛ, അത് പിന്നെ സുജാതേച്ചി കാണാത്തതായിരിക്കും. ഞാനിപ്പോ സേവരണ്ണോട് ചോദിച്ചപ്പോ ചേച്ചി മേഡത്തിനോട് ഒപ്പം ഉണ്ടെന്നാണല്ലോ പറഞ്ഞേ. ഓഹോ, വീണ്ടും എന്നെ മണ്ടനാക്കാനാണോ ഉദ്ദേശം രണ്ടാളും? ഇങ്ങനെ ചോദിച്ചാൽ നീ പറയില്ല. നിന്നെ കൊണ്ട് പറയിപ്പിക്കാമോ എന്ന് ഞാൻ നോക്കട്ടെ. അച്ഛാ, അച്ഛൻ എന്തൊക്കെയാ കാണിക്കുന്നേ? എന്താ ഈ കുപ്പിയില്? ചാകാനുള്ള വിഷം. മാറാ. ഇല്ല. അങ്ങോട്ട് മാറിക്കല്ലേ പറഞ്ഞ. അച്ഛാ, ചേച്ചി, മോളെ വന്നല്ലോ നീ. എവിടെയായിരുന്നു ഇത്ര നേരം? അച്ഛൻ എന്തിനാ എന്നെ കാണാണ്ട് വിഷമിക്കണേ? ഇന്നലെ തൃച്ചംബരത്ത് ഒരുപാട് പണിയുണ്ടായിരുന്നു. ഒക്കെ കഴിഞ്ഞ് സമയം നോക്കിയപ്പോഴാ നേരം വെളുത്തൊന്ന് മനസ്സിലായേ. പിന്നെ കുളിച്ച് റെഡിയായി വിളപ്പുറത്തമ്മയുടെ അവിടെ പൂജയൊക്കെ നടത്തിയിട്ടാ വരണേ. സാരമില്ല, മോള് വാ. എന്നിട്ട് ആദ്യം നീരജിന്റെ വീട്ടുകാരെ ഒന്ന് കാണാം. വാ. വല്യുഞ്ഞ് പറഞ്ഞതുപോലെ ചേച്ചി രക്ഷപ്പെടുത്തിക്കൊണ്ടുവന്നു. ദൈവമേ, ഇനിയുള്ള കാര്യങ്ങളും വല്യുഞ്ഞ് വിചാരിക്കുന്നത് പോലെ തന്നെ നടക്കണേ വിളപ്പുറത്തമ്മേ. മോളോട് ഇരിക്കെ, അച്ഛനിപ്പോ വരാം. ചേച്ചി, ചേച്ചി എവിടെയായിരുന്നു? ആരെങ്കിലും പിടിച്ചോണ്ട് പോയതായിരുന്നോ? വല്യുഞ്ഞല്ലേ രക്ഷിച്ചേ? അതെ, നീ പറഞ്ഞതൊക്കെ ശരിയാ. വല്യുഞ്ഞ എന്നെ രക്ഷിച്ചത്. പക്ഷേ നിന്നെ രക്ഷിച്ചതാരാ? നിന്നെ കെട്ടിയിട്ട് കഴുത്തിൽ കത്തി വെച്ചൊരു വീഡിയോ ഞാൻ കണ്ടിരുന്നു. എന്നെ ആരും രക്ഷിച്ചതല്ല, ഞാൻ രക്ഷപ്പെട്ടതാ. ആരായിരിക്കും നിന്നെ കെട്ടഴിച്ചു വിട്ടത്? വിളപ്പുറത്ത് അമ്മയെ രക്ഷിച്ച ചേച്ചി.
ഇത്രയും സമയമായിട്ട് കല്യാണി കാണാതായപ്പോ ഞങ്ങൾ വല്ലാതെ വിഷമിച്ചു. ദാസേട്ടൻ വിളിച്ചപ്പോ അഖില മേഡം എന്തോ ജോലി ഏൽപ്പിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു. കല്യാണ ദിവസവും ജോലിയൊന്ന് ചോദിച്ച് ദാസേട്ടനോട് എനിക്ക് മുഷിയേണ്ടി വന്നു. അതൊക്കെ പോട്ടെ, മുഹൂർത്തം അടുക്കുന്നു. മോള് വേഗം റെഡി ആയിട്ട് വാ. വേണമെങ്കിൽ ഞാനും കൂടെ സഹായിക്കാം. അയ്യോ വേണ്ട, ഞാൻ വേഗം റെഡി ആയിക്കോളാം. ആ ശരി. അനികൂട്ട വാ. ആ. ഓഡിറ്റോറിയത്തിൽ എന്തായെന്ന് അറിയാൻ പറഞ്ഞു വിട്ടവളെ കാണുന്നുമില്ലല്ലോ. ആന്റി ഒന്ന് വിളിച്ചു നോക്ക്. റിങ് കേൾക്കുന്നുണ്ട്. ഞാൻ എത്തി. അവിടെ എന്തായി? സദ്യയൊക്കെ ഒരു വിധം റെഡിയായി. ഇനി പപ്പടം കൂടെ കാച്ചിയാ മതി. ഇടി സമൂഹ വിവാഹത്തിന്റെ കാര്യം ചോദിച്ചത്. ഓ അതോ, അത് പൂജയൊക്കെ തുടങ്ങി. ആന്റി, ഇവള് പാചകപ്പുരയിലും കണ്ട് പോയിട്ട് വന്നതാ. നല്ല ആളെന്നെയാ കാര്യം അന്വേഷിക്കാൻ വിട്ടത്. ഹലോ ഹലോ, ആ കാര്യമൊന്നും പറയണ്ട. ആ ന്യൂസ് അറിയാൻ ഞാൻ പണ്ടേ കേമത്തിയാ. സ്കൂളിൽ പഠിക്കുമ്പോ ടീച്ചർമാരും കുട്ടികളും എന്നെ BBC എന്നാ വിളിച്ചോണ്ടിരുന്നത്. ഇടി അവിടെ നീരജിന്റെ അവസ്ഥ എന്താണെന്നാ ചോദിച്ചത്. ഏത് നീരജ്? ഓ കല്യാണിയുടെ നീരജ്. നീരജിന് എന്തു പറ്റി ആന്റി? ഇടി നിന്നെ. നീരജ് അവിടെ എന്ത് ചെയ്യാന്ന്? എന്ത് ചെയ്യാൻ? മറ്റുള്ളവരെ പോലെ നീരജും നിൽക്കുന്നു. കല്യാണിയോ? ആ അത് കൊള്ളാം. കല്യാണിയും നീരജും ഒരുമിച്ച് സംസാരിച്ചോണ്ട് നിക്കയല്ലേ അവിടെ. ദേ, നീ പോയില്ലെങ്കിൽ പോയില്ലെന്ന് പറഞ്ഞാ മതി. കല്യാണി നീരജിനൊപ്പം നിൽക്കുന്നു പോലും. ആന്റി, ഞാൻ സത്യവാ പറയുന്നേ. അതെ, എന്റെ കൺട്രോൾ പോയാലുണ്ടല്ലോ. ആന്റി, ദേ നിങ്ങൾക്ക് വിശ്വാസാവുന്നില്ലെങ്കിൽ ഞാൻ വീഡിയോ പിടിച്ചിട്ടുണ്ട്. ഇത് കണ്ടു നോക്ക്. ദേ നോക്ക്. ഇതെങ്ങനെ? ഈ രണ്ടെണ്ണത്തിന് ഇതെന്ത് പറ്റി? ഇനി ഞാൻ കാണിച്ച വീഡിയോ മാറിപ്പോയോ? ജ്യൂസ് അതും പോയി.
ബ്രഹ്മണാ ബ്രഹ്മസ്യ ബ്രഹ്മസ്തുതി. ഇതെന്ത് ചടങ്ങാ നടക്കാൻ പോകുന്നത്? ഇത് പൂർവികരുടെ ആശീർവാദം വാങ്ങി കയ്യിൽ കാപ്പ് കിട്ടുന്ന ചടങ്ങാ. ഓ. തൃച്ചംബരത്തെ പരമ്പരാഗത ആചാരമാ. അതെ അതെ അതെ. ആദ്യം ഗൃഹനാഥനായ ശിവരാമേട്ടനെയും അഖിലേച്ചിയെ മുന്നിലിരുത്തി ദീപമൊഴിഞ്ഞ് പ്രാർത്ഥന നടത്തും. അത് കഴിഞ്ഞേയുള്ളൂ വധുവിന്റെ കയ്യിൽ കാപ്പ് കെട്ടൽ ചടങ്ങ്. അതും കഴിഞ്ഞ് താലികെട്ടലുണ്ടാവും. എനിക്കപ്പോഴേ തോന്നി. എന്തു തോന്നിയെന്ന്? ഇതുപോലെ ആവശ്യമില്ലാത്ത എന്തെങ്കിലും ചടങ്ങായിരിക്കുമെന്ന്. ദേ മനുഷ്യ, അടങ്ങിയിരിക്കും. ഇതെങ്ങനെ അഖിലാമേടം കേട്ടാലുള്ള കാര്യം അറിയാലോ. ആ, ദേ അഖിലേച്ചി വന്നു. എല്ലാം റെഡിയാണല്ലോ. പൂജ തുടങ്ങാം അല്ലേ തിരുമേനി? തുടങ്ങാം. രണ്ടുപേരും ഇങ്ങോട്ടിരിക്കുക. കൃഷ്ണട്ട. രണ്ടുപേരും പൂർവികരെയും കുടുംബ പരദേവതകളെയും മനസ്സിൽ ധ്യാനിച്ച് പുഷ്പം ഹോമകുണ്ടത്തിൽ അർപ്പിക്കുക.